സീറോ മലബാർ സഭ എന്ന പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക സഭ അതിൻ്റെ തനിമയും അതിൻ്റെ പൈതൃകവും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ബന്ധങ്ങളുമെല്ലാം ഇനി അങ്ങയുടെ പരിശുദ്ധാത്മ നിറവിലുള്ള എല്ലാവരെയും ചേർത്തുള്ള ശുശ്രൂഷയിൽ ഭദ്രമാവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മുടെ തിരുസഭയിൽ ലത്തീൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ തിരുസഭയുടെ പൊതു പ്രേക്ഷിത ശുശ്രൂഷകൾക്ക് ഇതുപോലെ മിഷണറിമാരെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സഭയില്ല. അങ്ങ് ഏതാനും ഭദ്രാസനങ്ങളുടെ പൊതു ചുമതല വഹിക്കുന്ന ഒരു പൊതുപിതാവ് മാത്രമല്ല, തിരുസഭയുടെ പ്രേക്ഷിത ശുശ്രൂഷകൾക്ക് മിഷണറിമാരെ സന്തോഷപൂർവ്വം മാർത്തോമാ ശ്ലീഹായുടെ ചൈതന്യത്തിൽ നിന്ന് ഉരുവാക്കി ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും അയക്കുന്ന വലിയ ഒരു സഭയുടെ വലിയ ഇടയനാണ്. അങ്ങയുടെ ചക്രവാളങ്ങൾ വലിയ സാധ്യതകൾ ഈ സഭയ്ക്ക് സമ്മാനിക്കുകയാണ്. അങ്ങ് ധീരനും ദൈവോന്മുഖനുമായിരിക്കുക. പരിശുദ്ധാത്മാവ് ആവശ്യമായ പൂർത്തീകരണം അങ്ങയിലൂടെ ഈ സഭയിൽ നടത്തും. അങ്ങയുടെ ശുശ്രൂഷയിൽ നാളിതുവരെ സഭ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളിലും സമർപ്പണ ബുദ്ധിയോടുകൂടി അങ്ങ് വ്യാപരിച്ചു. അത് നേരിട്ടറിയുന്ന അങ്ങയുടെ സഹോദര മെത്രാപ്പൊലീത്തമാർ പരിശുദ്ധാത്മാവിൻ്റെ തിരിഹിതം മനസ്സിലാക്കി സഭയുടെ ഈ വലിയ ശുശ്രൂഷ അങ്ങേക്ക് നൽകുന്നതിന് പ്രാർത്ഥനാപൂർവം തീരുമാനിച്ചത് അത് സ്വർഗത്തിൻ്റെ പദ്ധതി തന്നെയാണ്. അങ്ങേക്ക് സ്വതസിദ്ധമായിരിക്കുന്ന പുഞ്ചിരി മുഖത്തു നിന്നും മാറാതെ ഇരിക്കട്ടെ. അതിന് കാരണമൊരുക്കുന്ന അങ്ങയുടെ ഹൃദയം വിശാലമായിരിക്കട്ടെ. സംഭാഷണങ്ങളും സമ്പർക്കങ്ങളും നമ്മെ കൂടുതൽ വിസ്മയിപ്പിക്കുന്ന ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഭാരത സഭയുടെ മാത്രം വിഷയമല്ല സിറോ മലബാർ സഭ കൈകാര്യം ചെയ്യുക. തിരുസഭയുടെ പ്രേക്ഷിത ശുശ്രൂഷകൾ പൗരസ്ത്യ സഭകളിൽ ഉക്രൈൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്നമായ ഒരു സഭയുടെ ശുശ്രൂഷയാണ് അങ്ങ് നിർവഹിക്കുക. ഞാനിത് എണ്ണി പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങയുടെ മുഖത്തെ പുഞ്ചിരി നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ? ഒരിക്കലും അത് മായാതെ ഇരിക്കട്ടെ. അങ്ങയുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടാകട്ടെ. ഈ വലിയ ചരിത്ര മുഹൂർത്തത്തിൽ കേരള സഭയൊന്നായി സിറോ മലബാർ സഭയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് പാമ്പ്ളാനി പിതാവ് സൂചിപ്പിച്ചതുപോലെ പ്രതിബന്ധങ്ങൾ എന്നും സഭയുടെ വഴിയിൽ നിന്ന് മാറിയിട്ടില്ല. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറുവാൻ സഭയ്ക്ക് സാധ്യവും അല്ല. ഒരുമയുള്ള ഐക്യബോധമുള്ള കർത്താവിനെ കാണുന്നതിൽ സന്തോഷിക്കുന്ന ഒരു സഭാ സമൂഹമായി പരിശുദ്ധാത്മാവ് അങ്ങയിലൂടെ ഈ സഭയെ മുൻപോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിറോ മലബാർ സഭ ഇന്നത്തേതിനേക്കാൾ അതിശക്തയായി തിരുസഭയിലും പൊതുസമൂഹത്തിലും അതിൻ്റെ സാക്ഷ്യം നിർവഹിക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിൻ്റെ ഇഷ്ടം ഒരേ മനസ്സോടെ നീങ്ങുന്ന സിറോ മലബാർ സഭയാണെന്ന്
എളിമയോടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി സന്തോഷപൂർവ്വം അത് പങ്കുവച്ച് അഭിനന്ദ തട്ടിൽ പിതാവിന് എല്ലാ മംഗളങ്ങളും സന്തോഷത്തോടെ ഞാൻ നേരുന്നു.